എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ സാമ്പാർ പൗഡറാണ്. ഇത് ഒരുപാട് കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. ഇനിയിപ്പോ അടുത്ത തവണ സാമ്പാറൊക്കെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കടകളിൽ നിന്നും സാമ്പാർ പൊടി വാങ്ങാൻ പോവേണ്ട ആവശ്യമില്ല. നല്ല മണവും ഗുണമൊക്കെ ഉള്ള സാമ്പാർ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാനും സാധിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് സാമ്പാർ പൗഡർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാനിപ്പോ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യമേ ഞാനിവിടെ ചേർക്കുന്നത് കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ള കാശ്മീരി മുളകാണ് കേട്ടോ. യഥാർത്ഥ കാശ്മീരി മുളക് ഇതാണ് കേട്ടോ. ഇത് നല്ല കറുത്ത കളറിലാണ് ഉണ്ടാവുക. നല്ലതുപോലെ കഴുകി വരുമ്പോഴേക്കും ഇതുപോലൊരു കളറിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. ഒരു 6 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകിന്റെ കൂടെ തന്നെ ഒരു 15 വെള്ളം മുളകും കൂടി എടുക്കാം. ഈ ഒരു അളവില് നിങ്ങൾ സാമ്പാർ പൊടി തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു 2 മാസത്തേക്കൊക്കെ വീട്ടിലുണ്ടാവും കേട്ടോ. കുറഞ്ഞ അളവിൽ തന്നെ ചെയ്തു വെച്ചാൽ മതി. കൂടുതൽ അളവിൽ സാമ്പാർ പൊടികളൊന്നും ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നിത്യവും ഇത് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഒരു 1/4 കിലോ അളവിൽ തന്നെ ചെയ്താൽ മതിയാകും. 1/4 കിലോ സാമ്പാർ പൊടി നമുക്ക് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഒരു 6 പേരുള്ള വീട്ടില് 5 പ്രാവശ്യം തയ്യാറാക്കാനുള്ള പൊടി ഉണ്ടാകും. കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുളകൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടും. മുളകൊക്കെ ഇപ്പോൾ നല്ലപോലെ ഒന്ന് മുരിവ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുളക് കോരി മാറ്റാം. മുളക് കോരി മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം അളവില് മല്ലി എടുക്കാം. നിങ്ങൾക്കിപ്പോ ഒരു ചെറിയ ഒരു ത്രാസിൽ വെച്ചിട്ട് ഇതുപോലെ അളവുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഊക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് അളന്നെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഗ്ലാസ് അളവുകൾ എടുത്താൽ മതിയാവും കേട്ടോ. ഒരു ഗ്ലാസ് നിറയെ തന്നെ മല്ലി എടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതിയാകും. മല്ലി നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് മല്ലിയും കോരി മാറ്റാം. ഇനി വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിപ്പോ 1/2 കപ്പോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ് അളവാണെങ്കിൽ 1/2 ഗ്ലാസ് കടലപ്പരിപ്പ് എടുക്കാവുന്നതാണ്. ഈ കടലപ്പരിപ്പ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കടലപ്പരിപ്പും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ ഉഴുന്ന് ചേർക്കണം. ഉഴുന്നും കടലപ്പരിപ്പും ഒരേ അളവിലാണ് കേട്ടോ എടുക്കേണ്ടത്. കടലപ്പരിപ്പ് ഇപ്പോൾ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റാം. ഇനി നമുക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് 1/2 കപ്പ് തന്നെയാണ്. ഉഴുന്നും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി നിങ്ങളുടെ കൈവശം തുവരപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് ചേർക്കണം. ഇപ്പൊ എന്റെ കൈവശം ഇല്ല, അതുകൊണ്ടാണ് ഈ വറുത്തെടുക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് ഒരു സ്പൂൺ അളവില് കുരുമുളകും കൂടി ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കുരുമുളകും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവില് ഉലുവ കൂടെ ചേർക്കാം. ഉലുവയും ഉഴുന്നും കുരുമുളകും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകം കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ജീരകമൊക്കെ നേരത്തെ ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് മൂപ്പായി വരുമ്പോഴേക്കും ചേർത്താൽ മതിയാകും. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാ ചേരുവകളും വറുത്തെടുക്കുന്നത്. ജീരകവും ഉലുവയൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. വറുത്ത് കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് സാമ്പാറിന് നല്ല മണവും നല്ല ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ കട്ടക്കായം തന്നെ ചേർക്കണം. കായം ഇതൊരു 25 ഗ്രാം അളവുണ്ട്. 25 ഗ്രാം അളവിൽ തന്നെ കായം ചേർക്കണം. കായത്തിന്റെ അളവ് കൂടിപ്പോയാലും കുഴപ്പമില്ല, എങ്കിലും ഈ ഒരു അളവ് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചേർക്കണം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ചേർക്കേണ്ടത് 2 സ്പൂൺ അളവില് അരിയാണ്. നിങ്ങളുടെ കൈവശം ഏതരിയാണോ ഉള്ളത് അത് ചേർത്താൽ മതിയാകും. ഞാനിപ്പോ പായസം വെക്കുന്ന ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരിയിലേക്ക് 3-4 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച കായം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. കായം മൊരിയിച്ചെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ നല്ലെണ്ണയോ എന്തെങ്കിലും എണ്ണ ചേർത്ത് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. അരിയൊക്കെ ഒന്ന് മൂപ്പായി വരട്ടെ. ഇപ്പോൾ അരിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരിയും കോരി മാറ്റാം.
ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കായം എണ്ണയിലേക്ക് ചേർക്കാം. ഇനി നല്ല പോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. കായം മുരിഞ്ഞു വരുമ്പോഴേക്കും നന്നായിട്ട് വീർപ്പായി വരും. അതുവരെയാണ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. കായപ്പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കായക്കട്ട ചേർക്കുന്നതാണ് കേട്ടോ. കുറെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കായം ഒന്ന് മുരിയിച്ച് കോരാം. കായവും ഇവിടെ നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് കായവും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സാമ്പാർ കൂട്ട് ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായം വറുത്ത അതേ ചട്ടിയിലേക്ക് തന്നെ ഈ ചേരുവകളെല്ലാം ഒന്ന് മാറ്റാം. ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കായത്തിന്റെ ഫ്ലേവർ ഈ ഒരു ചേരുവകളിലേക്ക് കിട്ടണം. അതിനാണ് ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്തിട്ടുള്ളത്. ചട്ടിയുടെ ചൂടിൽ കിടന്ന് ഒന്നുകൂടെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും ചട്ടിയുടെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം നമുക്ക് ഒന്ന് യോജിപ്പിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ സാമ്പാർ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ മസാലകളുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഉണങ്ങിയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മസാലകളുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ കൂട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാമ്പാർ പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണവും ഗുണമൊക്കെ ഉള്ള നല്ല പെർഫെക്റ്റ് കാറ്ററിംഗ് സ്പെഷ്യൽ സാമ്പാർ പൊടി നമുക്കിവിടെ പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട് ഈ ഒരു സാമ്പാർ പൊടിക്ക്. ഇനി ചൂടാറിയതിന് ശേഷം ഒരു ചില്ല് കുപ്പിയിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.